الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم صدق الله ആദരണീയരായ വിശ്വാസികളെ അല്ലാഹുവിന്റെ കൽപ്പനകൾ അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് ജീവിതം കൃത്യമായി ചിട്ടപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതം വളരെ തിരക്ക് പിടിച്ചതാണ്. കുടുംബത്തെ പറ്റിയും തന്റെ ഉത്തരവാദിത്വത്തെ പറ്റിയും ഒക്കെ ബോധം വന്ന കാലം മുതൽ നമ്മളൊക്കെ പണിയെടുത്തുകൊണ്ടേയിരിക്കുക, അധ്വാനിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും അരച്ചാണ് വയറ് എന്ന് പറയാറുണ്ട്. അപ്പൊ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അല്ലെങ്കിൽ തന്റെ വേണ്ടപ്പെട്ടവരെ ഒരു നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടി എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ നിരന്തരമായി നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വീട്ടിലുള്ള സ്ത്രീകളെ പറ്റി ആലോചിച്ചാലും അത് തന്നെയാണ് അവസ്ഥ. രാവിലെ അടുക്കളയിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ജോലി തിരക്ക് തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ തിരക്ക് ഇട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ സ്വന്തത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ്. കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി, അവരുടെ സുസ്ഥിതിക്ക് വേണ്ടി, സുഖത്തിന് വേണ്ടിയൊക്കെയാണ്. ഗൾഫിലൊക്കെ പോകുന്ന ആളുകളെ പറ്റി നമുക്കറിയാം. ഇവിടത്തേക്കാൾ അത്ര ഇരട്ടി ചൂടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും സ്വന്തമായി നാട്ടിലേക്ക് വന്ന് ഇവിടെ കഴിഞ്ഞുകൂടാമെന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ ഒരു കരക്കെത്തിക്കട്ടെ, അല്ലെങ്കിൽ എന്റെ സ്വപ്നങ്ങളൊക്കെ ഒന്ന് നിറവേറണ്ടേ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവിടെ തന്നെ ഒരു പക്ഷേ ജീവിതാന്ത്യം വരെ അങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് നമ്മുടെ കുടുംബത്തെ നോക്കണമെന്ന്. അത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന തന്നെയാണ്. ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കണം എന്നുള്ളത് ഖുർആനിന്റെ ആഹ്വാനമാണ്. കുടുംബത്തെ നോക്കണം, അവർക്ക് വേണ്ടി അധ്വാനിക്കണം, അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങളെ
നാം ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഫ്ളൽ ദീനാരി യുൻഫിഖുഹു റജുലു ദീനാറുൻ യുൻഫിഖുഹു അലാ ഇയാലിഹി. ഒരാൾ ചെലവഴിക്കുന്ന ചില്ലി കാശ്, ആ കാശിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായി നമ്മൾ ചെലവഴിക്കുന്ന കാശ് എന്ന് പറഞ്ഞാൽ തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ആ ദീനാറാണ്, ആ ദിർഹമാണ്, അല്ലെങ്കിൽ ആ രൂപയാണ്. അപ്പൊ ചെലവഴിക്കുന്ന പൈസക്ക് എടുത്തു നോക്കിയാൽ ആ പൈസയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ നോക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ പ്രാധാന്യമാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ഒരിക്കൽ ഒരു മനുഷ്യനോട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇന്നക അൻതദറ വറസതക അഗ്നിയാ ഖൈറുൻ മിൻ അൻ തദറഹും ആലതൻ യുഖഫിഫൂന അന്നാസ്. നീ നിന്റെ കുടുംബത്തെ ധന്യരാക്കി മാറ്റണം, ഐശ്വര്യമുള്ളവരാക്കി മാറ്റണം. അതാണ് നിനക്ക് ഏറ്റവും നല്ലത്. അവരെ നീ ഒഴിവാക്കിയിട്ട് കൈയൊഴിച്ച് അവരെ നോക്കാതെ എന്നിട്ട് അവർ ദരിദ്രരായ ആളുകളുടെ മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥ നിന്റെ കുടുംബത്തിന് നീ ഉണ്ടാക്കരുത്. ഇത് റസൂൽ പറയാനുള്ള ഒരു സന്ദർഭമുണ്ട്. ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലിനോട് ചോദിക്കുകയാണ്, റസൂലെ, എന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ ഇസ്ലാമിനായിട്ട് ചെലവഴിച്ചാലോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലോ? റസൂൽ പറഞ്ഞു, ആയത്. പിന്നീട് അയാൾ ചോദിക്കുന്നില്ല, സ്വത്തിന്റെ പകുതി ചെലവഴിച്ചാലോ? അപ്പോഴും പറഞ്ഞു, പകുതി പറ്റില്ല, അത്രയും നീ കൊടുക്കേണ്ടതില്ല. പിന്നീട് അവസാനം അതിന്റെ ഒരു 1/3 ചെലവഴിക്കാനുള്ള അനുവാദം കൊടുത്തതിന് ശേഷമാണ് ഈ കാര്യം പറയുന്നത്. നീ നിന്റെ കുടുംബത്തെ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. ആ കുടുംബം ദരിദ്രരായി ആളുകളുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കരുത്. അവരെ ഫക്കീറമാരാക്കി നീ മാറ്റരുത് എന്നൊക്കെ പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെ നോക്കണം. അത് ഇസ്ലാമികമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പഠിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, കുടുംബത്തെ ശ്രദ്ധിക്കാതിരിക്കുന്നത് വലിയ കുറ്റമാണ് എന്ന് റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി. കഫാബിൽ മർഇ ഇസ്മൻ അൻ യുദിഅ മൻ യഖൂതു. താൻ ചെലവിന് കൊടുക്കേണ്ട ആളുകളെ ചെലവിന് കൊടുക്കാത്ത രൂപത്തിൽ കഷ്ടപ്പാട് അനുഭവിപ്പിക്കുന്നുവെങ്കിൽ, അവരെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, അത് തന്നെ മതി ഒരു മനുഷ്യൻ കുറ്റവാളിയായി തീരാൻ, ഏറ്റവും വലിയ കുറ്റമായി തീരാൻ അത് തന്നെ മതി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ കുടുംബത്തെ നോക്കുന്നതും അവരുടെ ക്ഷേമത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും അവർക്ക് വേണ്ടി പണിപ്പെടുന്നതുമെല്ലാം ഇസ്ലാമികമായ പുണ്യകർമ്മമായി വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് പഠിപ്പിക്കുകയാണ്. ഇതിൽ വീഴ്ച വരുത്താതെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞാൻ നിങ്ങളുമൊക്കെ. എന്നാൽ ഈ ഒരു ഉത്തരവാദിത്തം മാത്രമാണോ നമുക്കുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇവിടുത്തെ ഭൗതികമായ തന്റെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി പണിപ്പെടുക എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഉത്തരവാദിത്തം ഇസ്ലാം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ നമ്മെ ഓരോരുത്തരെയും വിളിച്ച് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ. എന്നോടാണ് പറയുന്നത്, നിങ്ങളോടാണ് പറയുന്നത്, സ്ത്രീകളോടാണ് പറയുന്നത്, പുരുഷന്മാരോടാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട്, കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോ കുടുംബാംഗങ്ങളെയും നിങ്ങൾ കാത്തിരിക്കേണ്ടത്, കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നാരൻ, നരകത്തിൽ നിന്ന്. അങ്ങനെ ഒരു ബാധ്യത കൂടി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ കുടുംബത്തെ നോക്കണം, അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി പണിയെടുക്കണം, അവരുടെ ഉന്നമനത്തെ പറ്റി എപ്പോഴും നമ്മുടെ ജാഗ്രത വേണം, ശ്രദ്ധ വേണം. അതോടൊപ്പം നാം നരകത്തിൽ കടക്കാതിരിക്കാൻ നമ്മുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട നമ്മുടെ മക്കൾ, ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ഇവരൊന്നും നരകത്തിൽ കടക്കുന്നില്ല എന്നുള്ള ആ പൂർണ്ണമായ ഉറപ്പ് കൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട്. വെറും നാറ എന്ന് പറഞ്ഞു വെക്കുകയല്ല ഖുർആൻ ചെയ്യുന്നത്. ആയത്ത് അങ്ങനെ തുടരുന്നത്. ആ നരകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച രൂപത്തിലല്ല, നിസ്സാരമല്ല. അവിടുത്തെ ഇന്ധനം എന്ന് പറഞ്ഞാൽ മനുഷ്യർ തന്നെയാണ്. അതിൽ കത്തിക്കാനുള്ളത് മനുഷ്യരെയാണ്, കല്ലുകളെയുമാണ്. മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്ന ആ തീയിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെയും
നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തെയും കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്തം നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് വിശ്വാസികളെ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാം. എന്താണ് ഈ കല്ലുകൾ? ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട് വിഗ്രഹങ്ങളും അതേപോലെ തന്നെ ആളുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന കല്ലുകളൊക്കെ ഉണ്ടല്ലോ, പ്രതിമകളൊക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, അതാണ് ഞാൻ അഭിപ്രായപ്പെട്ടത്. അല്ല, മനുഷ്യരെ ചൂടേൽപ്പിക്കാൻ വേണ്ടി, ആ നരകത്തിന്റെ കഠിനമായ ചൂട് പരമാവധി ഏൽപ്പിക്കാൻ വേണ്ടി കല്ലുകൾ കൂടി മനുഷ്യർക്കിടയിട്ട് ചൂടാക്കുകയും അത് കത്തിക്കപ്പെടുകയും ചെയ്യുകയാണ് എന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തം. ശരീരത്തിന്റെ ഭാഗം ഒന്ന് പിടിച്ചു നോക്കൂ, എത്ര മൃദുലമാണതല്ലേ? നമ്മുടെ കുട്ടികളുടെ കവളത്തൊന്ന് തൊട്ടു നോക്കൂ, എത്ര മാർദ്ദവമുള്ളതാണത്. ഒരു ചൂടേൽക്കുമ്പോൾ തന്നെ അവിടെ ചുവന്ന് തുണിക്കാം, ഒരു മുള്ളു തട്ടിയാൽ പൊളയാണ്, ഒരൽപ്പം പൊള്ളലേറ്റാൽ അതിനാകെ പ്രയാസപ്പെടുകയാണ്. ഇങ്ങനെയുള്ള ശരീരത്തെ നമ്മുടെ തീയിനേക്കാൾ 70 ഇരട്ടിയുള്ള തീയിൽ വെച്ച് അള്ളാഹു ശിക്ഷിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നരകത്തെ പറ്റി പറഞ്ഞത് അങ്ങനെ, ഈ തീയല്ല, ഇതിനേക്കാളൊക്കെ ഇരട്ടി ശിക്ഷ, ചൂടുള്ള രൂപത്തിലുള്ള ശിക്ഷയാണ് അവിടെ അനുഭവിക്കുക. ആ നരകത്തിയിൽ നിന്ന് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മക്കളുടെ ശരീരത്തെയും കാത്തു സൂക്ഷിക്കുന്ന വലിയ ഉത്തരവാദിത്വം അള്ളാഹു അവിടെ പറഞ്ഞു നിർത്തിയില്ല. അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദ്, ആ ആയത്തിന്റെ തുടർച്ച അതാണ്. യാതൊരു ദയയും കാണിക്കാത്ത, ഒരു ദയയും ഒരു കൃപയും കാണിക്കാത്ത കഠിനവാന്മാരായ മലക്കുകളാണ് ആ നരകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ലാ യഅസൂന മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് കൃത്യമായി നിർവഹിക്കുന്ന, ഒരിക്കലും അനുസരണക്കേട് കാണിക്കാത്ത പ്രത്യേക രൂപത്തിലുള്ള സ്വഭാവമുള്ള മലക്കുകളാണ്. നമുക്കറിയാലോ, പോലീസുകാരുടെ സ്വഭാവം വേറൊന്ന, ആർമിയിൽ നിന്ന് വരുന്നവരുടെ സ്വഭാവം എന്നാ. അതേപോലെ നരകത്തെ കാക്കുന്ന മലക്കുകൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ദയാവായ്പ അവരിൽ ഉണ്ടാവുകയില്ല. നമ്മുടെ ശരീരം ഇങ്ങനെ പൊള്ളലേൽക്കുന്നത് കാണുമ്പോ, നമ്മൾ പുളയുന്നത് കാണുമ്പോ, അട്ടഹസിക്കുന്നത് കാണുമ്പോ, നമ്മുടെ മക്കൾ അതിൽ വെച്ച് ഇങ്ങനെ കഴിയുന്നത് കാണുമ്പോ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സറിയുകയില്ല. എന്താണോ അള്ളാഹു വിചാരിച്ചിട്ടുള്ളത്, ശിക്ഷിക്കാൻ വിചാരിച്ച അതേ ശിക്ഷ ആ മലക്കുകൾ മുഖേന മലക്കുകൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാണിക്കറ്റ് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ എടുത്ത് കാണിക്കാം. ഇങ്ങനത്തെ കഠിനവാന്മാരായ മലക്കുകൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മക്കളുടെ ശരീരത്തെയും നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവിന്റെ ശരീരത്തെയും ഒക്കെ കാത്തു സൂക്ഷിക്കണേ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ശരീരം ആ നരകത്തിൽ അകപ്പെടാതിരിക്കാൻ ആ നരകത്തിൽ കടന്നാൽ മരിച്ചു പോകല്ലോ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, തൊലി ഇങ്ങനെ കഴിയുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും തൊലികൾ കൊടുത്തുകൊണ്ട് അങ്ങനെ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ശിക്ഷയിൽ നിന്ന് നമ്മുടെ കുടുംബാംഗങ്ങളെ മോചിപ്പിക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം. നമ്മൾ ജീവിതം എന്ന് പറയുമ്പോൾ ജീവിതം മുതൽ ജനിച്ചത് മുതൽ മരണം വരെയുള്ള ഒരു ചെറിയ ഫ്രെയിമിലാണ് ജീവിതത്തെ നമ്മൾ കാണുന്നത്. എന്നാൽ മതം ജീവിതത്തെ അനന്തമായ ശാശ്വതമായ ആ ജീവിതത്തിലേക്ക് കൂടി ആ ഫ്രെയിം നീട്ടിക്കൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കുട്ടികളുടെ ഭാവിയെ പറ്റി ചിന്തിക്കുമ്പോൾ അത്തരം അങ്ങനെ ഒരു ഭാവിയെ കൂടി നമ്മുടെ കുടുംബങ്ങളുടെ ഭാവിയെ പറ്റി ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ഭാവിയെ കൂടി പറ്റി ചിന്തിക്കുവാനും അതിനനുസരിച്ചുള്ള ചിട്ടവട്ടങ്ങൾ ഏർപ്പെടുത്താനും വിശുദ്ധ ഖുർആൻ സുന്നത്ത് പഠിപ്പിക്കുക. പ്രവാചകൻ പറഞ്ഞു, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹ്ലിൻ അഫ്ളല മിൻ അദബിൻ ഹസൻ. ഒരു കുട്ടിക്ക് മാതാപിതാക്കൾ കൊടുക്കേണ്ട ഏറ്റവും ഉത്തമമായ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ സംസ്കാര സമ്പന്നതയാണ്. നല്ല സംസ്കാരം, സ്വഭാവ സംസ്കരണം, നാളെ പരലോകത്തിൽ നരകത്തിൽ എത്തിപ്പെടാതിരിക്കാനുള്ള രൂപത്തിലുള്ള സ്വഭാവ സംസ്കരണങ്ങളും മര്യാദകളും ചിട്ടവട്ടങ്ങളും ഒക്കെ അവളെ പഠിപ്പിച്ചിരിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ
ഇവിടെ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാവിയിലുള്ള ജീവിതത്തെ പറ്റി ഇങ്ങനെ എപ്പോഴും നോക്കിക്കണ്ടുകൊണ്ടിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ഒരിക്കൽ പ്രവാചകന്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കയ്യിൽ നിന്ന് കുതിരിച്ചാടി അങ്ങോട്ടോ ഓടി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നപ്പോഴേ ആ കുട്ടിയുടെ വായിൽ ഒരു കാരക്കയാണ്. അത് ചവച്ചുകൊണ്ടിരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കുട്ടിയെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എന്താ പോലെ നിനക്കറിയില്ല ഈ സക്കാത്തിന്റെ സ്വത്ത് നമുക്ക് അവകാശപ്പെട്ടതല്ല എന്ന്. സക്കാത്തിന്റെ സ്വത്ത് കൂട്ടിയിട്ട കാരക്കയുടെ കൂട്ടത്തിൽ നിന്ന് പള്ളിയുടെ മൂലയിൽ നിന്ന് ആ കുട്ടി എടുത്ത് വായിലിട്ടതാ. അതിൽ പ്രവാചകന്റെ കുടുംബത്തിന് സക്കാത്ത് അനുവദനീയമല്ല എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടി അത് തുപ്പിക്കളയാനുള്ള എന്ന് പറയുന്നുണ്ട്. തുപ്പിക്കളയ കുട്ടി മോനെ തുപ്പട എന്ന് പറയുന്നു. പക്ഷെ കുട്ടി തുപ്പുന്നില്ല. കാരണം മധുരമുള്ള ഈത്തപ്പഴമല്ലേ വായിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ ആ കുട്ടിയുടെ വായിലേക്ക് ഇട്ടിട്ട് അതിന്റെ പുറത്തേക്ക് എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. എന്നിട്ടാണ് റസൂൽ പറയുന്നത് നമുക്കിത് അനുവദനീയമല്ല എന്ന്. വീണ്ടും ആ കുട്ടിയെ പഠിപ്പിക്കാം. നമുക്കറിയാം പ്രവാചകന്റെ കാരുണ്യത്തെ പറ്റി. എത്രമാത്രം കാരുണ്യവാനായിരുന്നു പ്രവാചകൻ. സുജൂദിൽ കിടക്കുമ്പോ പെരടിയിൽ വന്നിരുന്ന പേരക്കുട്ടികളെ ശല്യപ്പെടുത്താതെ സുജൂദിൽ ദീർഘമായി കിടന്ന പ്രവാചകൻ കാരക്കയുടെ പേരിൽ നിസ്സാരമാണത് അല്ലെ. അതിന് പകരം വേണമെങ്കിൽ ഒരു കാരക്ക അവിടെ വെച്ചു കൊടുക്കാൻ പ്രവാചകന് സാധിക്കും. പക്ഷെ എന്നിട്ട് കൂടി ഇവിടെ എന്തുകൊണ്ട് ഇത്ര കർശനമായി ഇത് പാലിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടി ഈ ഒരു ശിക്ഷണം, ആ ഒരു മര്യാദ പഠിക്കണം. നാളെ നരകത്തിലേക്ക് പോകാനുള്ള അന്യായമായ ഒന്നും തന്റെ കുട്ടിയുടെ മൈലിലേക്ക് വരരുത് എന്നുള്ള പ്രവാചകന്റെ ആ തീരുമാനമായിരുന്നു. പ്രവാചകൻ തന്റെ ജീവിതത്തിൽ നാളെ പരലോകത്തെ കാണുകയായിരുന്നു ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജത്ഹാ. ആയിഷ, നീ പറഞ്ഞത് വല്ലാത്തൊരു വാക്കാണ്. അത് കടലിൽ കലക്കിയിരുന്നുവെങ്കിൽ കടൽ ജലം മുഴുവൻ മലിനമാകുമായിരുന്നു. അതിന് മാത്രം മാരകമായൊരു വാക്കാണ് നീ പറഞ്ഞത്. എന്താ ഉണ്ടായത്? കൂടെയുള്ള മറ്റൊരു ഭാര്യയെ പറ്റി ആ കുറിയവൾ ഉണ്ടായിരുന്നല്ലോ എന്നൊരു വാക്ക് പറഞ്ഞതാണ്. പക്ഷെ പ്രവാചകൻ അവിടെ തന്നെ ആയിഷയെ തിരുത്തുകയാണ്. വെറുതെ ദേഷ്യപ്പെടല്ല, എന്തെങ്കിലും രൂപത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കുകയല്ല റസൂൽ ചെയ്യുന്നത്. നാളെ പരലോകത്തെ മുമ്പിൽ കാണുകയാണ്. ഈ ഒരു വാക്കിന്റെ പേരിൽ എന്റെ ഭാര്യ നാളെ ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ആ താല്പര്യം കൊണ്ട് പ്രവാചകൻ അവിടെ തിരുത്തി എന്ന് പറഞ്ഞു. ഒരിക്കലും പറഞ്ഞു പോകരുത്, ഒരാളെ പറ്റിയുള്ള കുറ്റം ഇങ്ങനെ പറയരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന തന്റെ മകൾ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ ഫാത്തിമ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് നീ. എന്ത് വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ്. പക്ഷെ നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിച്ചോ, നീ തന്നെ കാത്തു സൂക്ഷിച്ചോ. എനിക്ക് പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വരുമ്പോ അല്ലെങ്കിൽ ഇവിടെ ജുമാഅക്ക് വരുമ്പോ അപ്പം കേൾക്കുന്ന ഒരു ആസത്ത് മാത്രമായിരുന്നില്ല പ്രവാചകന്റെ ജീവിതത്തിൽ. തന്റെ ജീവിതത്തിലൂടെ നീളം അതിങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു. അതേ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ വെച്ചെല്ലുമ്പോ ഈ കുട്ടികൾ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ് നാളെ നരകത്തിൽ പോകാതിരിക്കാനുള്ള എല്ലാ ജാഗ്രതയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണമെന്ന് പ്രവാചകൻ മാതൃക കാണിച്ചു തരികയാണ്. നമ്മുടെ കുടുംബാംഗങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാം, അവരുടെ കരിയറിനെ പറ്റി ചിന്തിക്കാം, ഉന്നതമായ വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുന്നതിനെ പറ്റി നമുക്ക് ജാഗ്രതയുണ്ടാകാം. അങ്ങനെയുള്ള വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം അതിനേക്കാളൊക്കെ വലിയൊരു സ്വപ്നമായി നമ്മുടെ കൂടെ നമ്മുടെ മക്കൾ ഉണ്ടാകണം, നമ്മുടെ കുടുംബാംഗങ്ങൾ ഉണ്ടാകണം, നമ്മുടെ പേരക്കുട്ടികൾ ഉണ്ടാകണം എന്നുള്ള ആ വലിയ സ്വപ്നം അതുകൂടി നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക. ആ നിലക്ക് സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹൻ നാസ് ഊസീകും വഇയ്യായ ഖാലിദൻ ബിതഖ്വല്ലാഹ്.
സദാ ശ്രദ്ധിച്ചിരിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഗൗരവമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഓടി കേൾപ്പിച്ച ആയത്ത് സൂറത്തുൽ ഖൂറിലെ 25, 26, 27 ആയത്തുകളാണ്. നാളെ സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾ, സ്വർഗസ്ഥരായ ആളുകളുടെ ഒരു ചിത്രീകരണമാണ് അള്ളാഹു ഇവിടെ നടത്തുന്നത്. അവിടെയുള്ള ആളുകൾ, സ്വർഗത്തിലുള്ള ആളുകൾ അതിവൈകാരികമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സംസാരത്തെ ആവിഷ്കരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വഅഖബല ബഅദുഹും അലാ ബഅദിൻ യതസാഅലൂൻ. സ്വർഗത്തിലുള്ള ആളുകൾ ഇങ്ങനെ പരസ്പരം അഖബല, അവർ മുന്നോട്ട് വരികയാണ്. ബഅദുഹും അലാ ബഅദിൻ, ചിലരുടെ അടുത്തേക്ക് ഇങ്ങനെ മുന്നോട്ട് കടന്നു വന്നുകൊണ്ട് യതസാഅലൂൻ, അവരിങ്ങനെ വളരെ താല്പര്യത്തോടു കൂടി ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ചോദിച്ചറിയുന്നത്? ഈ ദുനിയാവിലെ പരീക്ഷണത്തിൽ നിന്ന് ഏതെല്ലാം രൂപത്തിലാണ് ഇവിടെ കഴിഞ്ഞുകൂടിയത് എന്ന്, അതീവ ഗുരുതരമായ ഈ പരീക്ഷണ ഘട്ടം എങ്ങനെയാണ് തരണം ചെയ്തത് എന്ന് നമുക്കറിയാലോ. വലിയ വലിയ കോഴ്സുകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ പരീക്ഷകൾ കഴിഞ്ഞ് അവസാനം PSCയോ SSCയോ ഒക്കെ കിട്ടുന്ന കുട്ടികളോട് കിട്ടിയവർ പരസ്പരം അവരിങ്ങനെ പങ്കുവെക്കുന്ന സംസാരമുണ്ട്. എങ്ങനെ കിട്ടിയത്, എന്തൊക്കെയായിരുന്നു പഠിച്ചത്, അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരു 100 നാവായിരുന്നു നമുക്ക്. അല്ലെങ്കിൽ അതീവ ഗുരുതരമായ ഘട്ടത്തിലൂടെ, രോഗത്തിലൂടെ ഒക്കെ കടന്നുപോയിട്ട് ആ രോഗത്തിൽ നിന്ന് സുഖമായാൽ അങ്ങനെയുള്ള ആൾക്കാരുമായി സംസാരിച്ചു നോക്കും, ഒരുപാട് അവർക്ക് പറയാനുണ്ടാകും. എന്ന രൂപത്തിൽ സ്വർഗത്തിൽ കടന്ന ആളുകൾ പരസ്പരം എന്തൊക്കെയായിരുന്നു നമ്മുടെ ദുനിയാവിലെ അവരുടെ അവസ്ഥ, എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്, എങ്ങനെയാണ് സ്വർഗത്തിൽ എത്തിപ്പെട്ടത് എന്നിങ്ങനെ പറയുന്ന ആ സ്വർഗത്തിലുള്ള ആളുകൾ, അഥവാ നമ്മളൊക്കെ നാളെ സ്വർഗത്തിൽ പറയേണ്ട വാക്ക് അതാണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ പരസ്പരം ചോദിച്ചറിയാം, എന്താണ്, എങ്ങനെയാണ് നമ്മളൊക്കെ സ്വർഗത്തിൽ കാണുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുമെന്നാണ്, ഞങ്ങളായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ മുഷ്ഫിഖീൻ, ജാഗ്രതയുള്ളവരായിരുന്നു, ഭയചകിതരായിരുന്നു, ഭയപ്പാടുള്ളവരായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ കഴിഞ്ഞു കൂടുമ്പോഴേ. എപ്പോഴും ദുനിയാവിനെ പറ്റിയുള്ള ഭയമല്ല, പരലോകത്തെ പറ്റിയുള്ള പേടിയും അതിനെ പറ്റിയുള്ള ഉത്കണ്ഠയും ആകുലതയും ഒക്കെ ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇവിടെ ജീവിക്കുന്ന സമയത്ത് എന്താകണം എന്നുള്ളത് നമ്മൾ ഖുർആൻ പഠിപ്പിക്കണം. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കഴിഞ്ഞു കൂടുമ്പോൾ എപ്പോഴും ഒരു ചിന്ത, നാളെ എന്താകും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന്. ആ ചിന്തയുള്ളവരായിരുന്നു ഞങ്ങൾ. വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ അവിടെ വേണ്ടാത്തതൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിരുന്നു ഞങ്ങൾ. പലപ്പോഴും അത് മക്കളാണ്, അവരെ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നവരായിരുന്നില്ല ഞങ്ങൾ. ഒരു വീട് നിർമ്മിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത, ദീനിൽ പെടാത്ത എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി കൃത്യമായ ജാഗ്രത ഞങ്ങളുടെ പക്കലുണ്ടായിരുന്നു. ഒരു ടൂർ പോകുമ്പോൾ അവിടെയും ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ, ഇസ്ലാമികമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. മക്കളെ വിദേശത്തേക്കൊന്ന് പറഞ്ഞയക്കുമ്പോൾ അല്ലെങ്കിൽ വിദേശ പഠനത്തിന് വേണ്ടി അവരയക്കുമ്പോൾ പൂർണ്ണമായും ഇസ്ലാമിക രീതി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയിരുന്നു. അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഞങ്ങൾ മുമ്പ് ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെയുള്ള പേടിയും അതേപോലെ തന്നെ ഭയവും ഉത്കണ്ഠയും ഒക്കെയായി ഞങ്ങൾ കഴിഞ്ഞു കൂടുകയായിരുന്നു ഞങ്ങൾ കുടുംബത്തിൽ ചെയ്തിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്ത, നാളെ ഇത് ഏതെങ്കിലും രൂപത്തിൽ എനിക്കെതിരാകുമോ, എന്റെ കുടുംബത്തിനെതിരാകുമോ എന്ന ചിന്തയോട് കൂടിയായിരുന്നു ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് എന്തുണ്ടായി? അല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞരുളി, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി, ദുനിയാവിൽ വെച്ച് ഞങ്ങൾക്ക് നൽകി. അതേപോലെ തന്നെ ഞങ്ങളെ കാത്തു തൊലിയിലേക്ക് തുളച്ചു കയറുന്ന ചൂടേറിയ ഈ നരകത്തിൽ നിന്ന്
ഞങ്ങൾ അല്ലാഹു കാത്തു രക്ഷിച്ചു എന്ന്. സ്വർഗത്തിലുള്ള ആളുകളുടെ ആ സംസാരമാണ് നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ കാണിച്ചു കാണിക്കുന്നത്. നമ്മുടെയൊക്കെ സംസാരത്തിൽ നമ്മളൊക്കെ നാളെ സ്വർഗസ്ഥരായി സ്വർഗത്തിൽ കടക്കുന്നവരായി നമ്മുടെ വാക്കുകളായി ഇത് പുറത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര കടമ്പകൾ കടക്കണം നമ്മൾ ആലോചിച്ച് നോക്കുക. എത്ര കടമ്പകൾ കടക്കണം. നമ്മുടെ കുടുംബത്തെ പറ്റി, അതേപോലെ തന്നെ നമ്മുടെ വീട്ടുകാരെ പറ്റി എത്രമാത്രം നമ്മൾ ഇങ്ങനെ ജാഗ്രത പാലിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുക. ഇല്ല എങ്കിൽ വലിയ നഷ്ടക്കാരുടെ കൂട്ടത്തിൽപ്പെടുകയും ഒരിക്കലും രക്ഷപ്പെടാത്ത രൂപത്തിൽ ആ നേരത്തെ പറഞ്ഞ നരകത്തിന്റെ അവകാശികളായി തീരുകയും ചെയ്യുമെന്നുള്ളത് വിശുദ്ധ ഖുർആൻ താക്കീത് നൽകുകയാണ്. കാരുണ്യവാനായ റബ്ബ് നമുക്കെല്ലാം പുറത്തു തരികയും നമ്മുടെ കുടുംബത്തെ സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കുകയും ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും അതിനുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കുക. പണ്ടത്തെ കാലത്ത് അവരാണ് നിസ്കാരം പഠിപ്പിച്ചാൽ നിസ്കരിച്ചങ്ങനെ പോയിക്കോളും. ഇതിനു വേണ്ടിയാണത് എന്ന് ചിന്തിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ചോദിച്ചറിയുകയോ ചെയ്യില്ല. ഒരു പെൺകുട്ടിയാണെങ്കിലും മക്കനായിട്ടാണ് പറഞ്ഞയച്ചാൽ മതി. പിന്നെ കുട്ടി ജീവിതത്തിൽ അങ്ങനെയാണ് മക്കനായിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജനറേഷൻ ആൽഫ എന്നാണ് പറയാറുള്ളത്. കുട്ടികൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാണ് എന്ന് കൂടി ആ കുട്ടിയെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രത്യേക കോഴ്സുകളും ക്യാമ്പുകളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. ഉമ്മയെ കൊണ്ടോ ഉപ്പയെ കൊണ്ടോ അതിന്റെ പിന്നിലുള്ള യുക്തിയും മതത്തിന്റെ സാന്ദർഭികമായ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല എങ്കിൽ അത്തരം ക്യാമ്പുകളിലേക്കും അല്ലെങ്കിൽ അത്തരം പഠന കേന്ദ്രങ്ങളിലേക്കും അതിനുള്ള വേദികളിലേക്കും ഒക്കെ കുട്ടികളെ വിട്ടാൽ തീർച്ചയായും ആ കുട്ടികൾ ഇസ്ലാമികമായ സ്വഭാവമുള്ള സംസ്കാരമുള്ളവരായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ കുട്ടികൾ ആ നിലയ്ക്ക് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മിൽ നിന്നാണ് കുട്ടികൾ കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഫർള് നമസ്കാരങ്ങൾ നമ്മിലൂടെ കുട്ടികൾ സ്വീകരിച്ചിരിക്കണം. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാന്ദർഭികമായി പറയാം. ഉപദേശിക്കാൻ ഒരിക്കലും നമ്മൾ അർഹരല്ല. ഉപദേശിച്ചാൽ കുട്ടികൾ നന്നാവുകയില്ല. കാരണം മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കാം. നമ്മുടെ ജീവിതത്തിൽ അതില്ല എങ്കിൽ ഉപദേശം ഫലപ്പെടുകയേയില്ല. ഫർള് നമസ്കാരങ്ങൾ, ഫർള് നോമ്പ്, സുന്നത്തുകൾ അതൊക്കെ കുട്ടികൾ നമ്മിൽ നിന്ന് കാണണം. നമ്മിൽ നിന്ന് അവരെങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം ഫർള് നോമ്പ് കഴിഞ്ഞു റമളാൻ, അതിനുശേഷം ശവ്വാലിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആരെങ്കിലും 6 ദിവസത്തെ സുന്നത്ത് നോമ്പ് കൂടി നോറ്റാൽ ഒരു കൊല്ലം മുഴുവൻ നോമ്പ് നോക്കാൻ പോലെയാണ്. ശവ്വാലിൽ സുന്നത്ത് നോമ്പിട്ട് 6 നോമ്പ്. അതേപോലെ തന്നെ നമസ്കരിക്കുമ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾ ഫർളിന്റെ പുറമെ സുന്നത്ത് നമ്മൾ അനുഷ്ഠിക്കുക. കുട്ടികൾ അപ്പോൾ അനുഷ്ഠിച്ചില്ലെങ്കിലും അതൊക്കെ മാതൃകയായി കുട്ടികൾ പിന്നീടെങ്കിലും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിലൂടെ കുട്ടികളെ കൊണ്ടുവരികയും പ്രവാചകൻ പറഞ്ഞ പോലെ അൽസിമു ഔലാദക്കും കുട്ടികളെ കൂടെ കൂട്ടിയിട്ട് ഇത്തരം സ്വഭാവവും സംസ്കാരവും ഒക്കെ പഠിപ്പിക്കുകയും അങ്ങനെ നാളെ പരലോകത്ത് എത്തുമ്പോൾ എന്ന് പറഞ്ഞ സത്യവിശ്വാസികളോട് അള്ളാഹു പറഞ്ഞ രൂപത്തിൽ നരകത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെ ശരീരത്തെയും നമുക്ക് രക്ഷിക്കാനാകണം. നാളെ സ്വർഗത്തിൽ കടന്നിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഞങ്ങൾ സ്വർഗസ്ഥരായി തീർന്നത് എന്ന് നമുക്ക് സന്തോഷത്തോടെ പറയാനാകണം. ആ നിലക്കുള്ള സ്വർഗത്തിന്റെ അവകാശികളായി അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബന്ധമായ തെറ്റ് കുറ്റങ്ങൾ അപാകതകളും പോരായ്മകളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇന്നൊരു കലക്ഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് വേണ്ടിയാണ് ആ കലക്ഷൻ എടുക്കുന്നത്. അതുമായി പരമാവധി സഹകരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. അള്ളാഹു മഹത്തായ പ്രതിഫലമായി അതെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നരകത്തീയിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും സ്വർഗത്തിന്റെ ഉന്നതമായ സ്വർഗത്തിന്റെ ഉടമകളാക്കി അള്ളാഹു തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ സഹോദരിമാർ അവർക്ക് അള്ളാഹു എല്ലാ നിലക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നമുക്കും ഇടപാടിൽ പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ അവരുടെയൊക്കെ ഖബർ ജീവിതം അള്ളാഹു വെളിച്ചമാക്കി തീർക്കുമാറാവട്ടെ.
മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവരുടെ ഉന്നതമായ സ്വർഗത്തിന്റെ അവകാശികളാക്കി മാറ്റുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.